ഇന്നലത്തെ ക്ഷീണം മാറില്ല. എന്തേ? ഇന്നലെ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഒരു വീഡിയോന്റെ പിന്നാലെ നടത്തം. സത്യം. അവസാനം അത് ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്തപ്പോൾ കോപ്പിറൈറ്റ്, രണ്ടാമത്തെ പ്രാവശ്യം അപ്ലോഡ് ചെയ്തപ്പോൾ സൈലന്റ്, അവസാനം രാത്രി 10:30-ക്കാണ് അത് പിന്നെ അപ്ലോഡ് ചെയ്തത്. ഒന്ന് എന്താ അതിനിടയിൽ കൂടി ഇനി ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടില്ല, ഇനി ബുദ്ധിമുട്ടൊന്നും വരാനില്ല. ആ രീതിക്കുള്ള തലവേദനകൾ വേറെ. ഇന്നലെ വോട്ട് ചെയ്തോ നിങ്ങള്? വോട്ട് ചെയ്യാനടക്കം പറ്റിയില്ല. ഏട്ടന്റെ വോട്ടവകാശം നിഷേധിച്ചു അല്ലേ? എല്ലാ വോട്ട് ചെയ്യാൻ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. ഇത്ര കാലം വോട്ട് ചെയ്യാൻ പറ്റാതെ വന്നിട്ടില്ല. എന്തപ്പ ചെയ്യണെന്ന് ഓരോ അല്ലേ കാര്യങ്ങളാണ് പെട്ടു കഴിഞ്ഞാൽ. എന്താ വോട്ട് ചെയ്യാനുള്ള അവകാശം കൂടി നിഷേധിച്ചു അല്ലേ? നിഷേധിച്ചൊന്നല്ല, സാഹചര്യം കൊണ്ട് പറ്റാതെ സാഹചര്യങ്ങളാണ്. അതിപ്പോ നിഷേധം എന്ന് പറയാനൊന്നും പറ്റില്ല. ഞാൻ പോയി ചെയ്തു കേട്ടോ. ഞാൻ അനിയൻ്റെ കൂടെ പോയിട്ട് വോട്ട് ചെയ്തിട്ട് വന്നേ. എന്താ ഏട്ടന് വോട്ട് ചെയ്യാൻ പറ്റൂന്നില്ല. അപ്പോഴേ എന്താ പറയാൻ വന്നത്, നിങ്ങളുടെ അവിടെ എങ്ങനെയുണ്ട് തണുപ്പ്? നമ്മുടെ ഇവിടെ കൊല്ലണ തണുപ്പാട്ടോ. വൈകുന്നേരം ഒരു 6-6:15 ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്തിട്ടില്ലേ, നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ, അങ്ങനെയുള്ള രീതിയിലുള്ള തണുപ്പാണ്. ഉണ്ടോ? നിങ്ങളുടെ അവിടെ എല്ലാവിടെയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, എനിക്കറിയാം. ഞാൻ എന്നാലും വെറുതെ പറയുകയാണ് കേട്ടോ തണുപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മളെക്കാൾ കൂടുതലായിരിക്കും ഓരോ ഭാഗത്ത്. നമുക്ക് തണുപ്പ് വന്നിട്ടുണ്ടല്ലോ, അത് ഇന്നലെ മിഞ്ഞാന്ന് പറഞ്ഞ തണുപ്പ് തന്നെ ആയിട്ടുള്ളൂ. പക്ഷെ ഇതിനേക്കാളും തണുപ്പുണ്ട് പുതിയ വീട്ടിലല്ലേ. ഇന്നലെയൊക്കെ ഫാൻ ഇടാതെയാണ് കേട്ടോ കടന്നത്. എന്തോ ഒരു തണുപ്പ്. ഈ തണുപ്പൊക്കെ നമ്മളില്ലേ ഒരു മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോൾ ഭഗവാനേ ചുട്ടിട്ട് വയ്യ, ഒന്ന് കടന്നുറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂടിന് എന്താ പ്രാഗി കൊല്ലും. ഇപ്പം നമ്മൾ തണുപ്പ് വരുമ്പോൾ ഇത് തണുത്തിട്ട് വയ്യ പറയില്ലേ. ഏത് മനുഷ്യന് എന്തെന്ത് കിട്ടിയാലും തൃപ്തിയാവാത്തൊരു സാധനം മഴ പറ്റില്ല. വെയിലിറക്കി വെച്ചാൽ വെയിൽ പറ്റില്ല, തണുപ്പ് പറ്റില്ല, ഒന്ന് ചൂടായ ചൂട് പറ്റില്ല. സത്യം. നമ്മള് ശരിക്കും പറഞ്ഞു വെച്ചാൽ ഒരു ഒന്നിലും ഒരു തൃപ്തിയില്ലാത്ത ആൾക്കാർ നമ്മളാണ്. അത് തൃപ്തിയില്ലായെന്നൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴും തണുപ്പും പറ്റില്ല, എപ്പോഴും ചൂടും പറ്റില്ല, എല്ലാം കൂടി പെട്ടൊരു കാലാവസ്ഥ വരുമോ? പക്ഷെ ശരിക്കും ഇപ്പം നമ്മളിങ്ങനെ പറയില്ലേ, അമേരിക്കയിലൊക്കെ കൊടും തണുപ്പായിരിക്കും. ആ തണുപ്പ് സഹിച്ചിട്ടല്ലേ അവരവിടെ ജീവിക്കുന്നത്. അറിയില്ല കേട്ടോ, നമ്മളെ പോയിട്ടില്ല. നമ്മളെ വിളിക്കുന്ന ആ ഡോക്ടർ പറഞ്ഞിരുന്നില്ലേ, തണുപ്പ് കാരണം അവർക്ക് യാത്ര ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അങ്ങനെ തണുപ്പായിരിക്കും ഇത്രയും. അപ്പോൾ അങ്ങനെ നമ്മള് സുഖമാണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എത്ര തണുപ്പാണ് പറഞ്ഞു വെച്ചാലും നമുക്കതിന് പ്രതിരോധിക്കാൻ പറ്റണ്ട. ഒന്നുമില്ലെങ്കിലേ പ്രതിരോധിക്കാന്നില്ല. ഇപ്പൊ ചെറിയൊരു തണുപ്പല്ലല്ലോ, ഇതിപ്പോ രാവിലെ തണുപ്പ്, അതൊന്ന് ഒരു 8 മണിയാകുമ്പോഴേക്ക് തണുപ്പും പോകും. അതല്ല, ഇനിയിപ്പോ നല്ല തണുപ്പാണ് വെച്ചാൽ മിറ്റടിയുമ്പോ കുറച്ച് ചപ്പാട് കൂട്ടുക കേട്ടോ, ഒറ്റ കത്തിക്കല്. എന്നിട്ട് അവിടെ കൊണ്ട് കുറച്ചു നേരം നിൽക്കുക. സുഖന്യാണെങ്കിൽ അടുപ്പും കണ്ടിന്ന് മാറില്ല തണുപ്പ് വന്നപ്പോഴേക്ക്. ഉണ്ടോ ഞാവൽപ്പഴം എവിടുന്ന്? അത് ഞാവളുമ്പഴല്ല വീഴ, മഴ പെയ്യുമ്പോ ഞാവളുമ്പഴം ചക്കയും മാങ്ങ വീഴില്ല. ചക്കി മാങ്ങയൊക്കെ വീഴൂട്ടോ, ചക്കി മാങ്ങയൊക്കെ വീഴൂട്ടോ. എന്താ നല്ല കാറ്റും വീശ നല്ല മഴയും പെയ്ത് കഴിഞ്ഞാൽ ചക്കി മാങ്ങയും വീഴില്ല. കഴിഞ്ഞ പ്രാവശ്യം മത്സരം എടുത്ത് ആലിപ്പഴം വീഴുന്നത് മൂച്ചിന്നുമില്ലാവുന്നതല്ലോ. ആലിപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ചൂടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചൂടൂര് പൊട്ടില്ലേ, അപ്പോൾ ഈ ചൂടൂര് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ആലിപ്പഴം വീഴുമ്പോൾ അത് കഴിച്ചാൽ മതി. ഓരോ ആലിപ്പഴത്തൊക്കെ കെട്ടി എന്ത് പഴമായിരിക്കും, ഒന്നുമില്ല. മഴ പെയ്യുമ്പോൾ പുതുമഴ പെയ്യുമ്പോൾ പെരുമഴയൊക്കെയുള്ള സമയത്ത് ഐസ് കട്ട വീഴുന്നത്. ഐസ് കട്ട വീഴുന്നത്. അപ്പം ഇനി നമുക്കില്ല ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് വെക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ഒന്നും ചെയ്യാത്തത്. സൂര്യ പൊന്നു നീച്ചു ഇനി കൂടെ ഒക്കെ പെയിന്റിങ് ആണ്. അപ്പോൾ ഉള്ളത് എടുത്തത് ഇങ്ങനെ ഇങ്ങോട്ട് ആക്കിയേ വേണ്ടുള്ളൂ. അതാ പോരുന്നു മാറ്. ഒരാളവിടെ പിടിച്ചിരുന്നോളൂ, വെള്ളം പോണ പിടിച്ചിരിക്കട്ടെ. അത് അങ്ങനെ ഏതായാലും തണുപ്പല്ലേ, പിന്നെന്താണ്, നല്ല സുഖല്ലേ. അതെന്താണെന്നറിയോ, എപ്പോഴും അങ്ങനെ ചെയ്യണില്ലല്ലോ. എപ്പോഴെങ്കിലൊക്കെ ഇപ്പം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഒരു ആദ്യത്തെ ഒരു തപ്പല്. ക്ലാസ് ഇത് വലിയ ചെമ്പാണ്. പണിക്കാർ കുറേ പേരില്ലേ, അപ്പം അത് കാരണം വലിയ ചെമ്പിൽ ചോറ് വെച്ചുട്ടോ. അപ്പം ഇന്ന് ഇനി ചുക്കുവെള്ളം വെക്കട്ടെ. അമ്മ ഇവിടെ ഇല്ല, അമ്മ രണ്ടാമത്തെ എൻ്റെ ഉടക്കി പോയിരിക്കുകയാണ് കേട്ടോ. ഈ ചെമ്പിൽ വലിയ ചെമ്പിൽ ചോറ് വയ്ക്കുമ്പോൾ എപ്പോഴും അബദ്ധം പറ്റും.
കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അത് വാർക്കാനുള്ള അത് വട്ടം കൂടുതലും പാത്രം വട്ടം കുറവല്ലേ. അപ്പം അതുകൊണ്ട് തട്ട് വെക്കുമ്പോൾ എങ്ങനെ പോയാലും ഇങ്ങനെ വെള്ളം വാർക്കണ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാവുമല്ലോ. പിന്നെന്താ ഉണ്ടേ. പക്ഷെ നമ്മുടെ വീട്ടിലത്തെ പോലെ 8 നാഴി 9 നാഴി ഒന്നും വെക്കാനുള്ളതൊന്നുമില്ല. 2 കിലോ കിട്ടുക. ആ സാധനം എവിടുന്നാണോ കിട്ടുക? അതെവിടുന്നാ കിട്ടുക എന്നറിയില്ല. നമ്മളന്ന് ചോദിച്ചപ്പോഴാണല്ലേ ചെറിയ ചെമ്പിനുള്ളതുണ്ട്. സാധനമല്ല, ചോറിന്റെ വെള്ളം മാർക്കില്ലേ? എന്താ കൊട്ടക്കായിലല്ല, കുട്ടിയെ ഇതിങ്ങനെ പാത്രം ചെരിച്ചു വെക്കണ എന്തോ ഒരു സംവിധാനം. സ്റ്റീലിന്റെ ഒരു സാധനം ഞാൻ നാള് ഓൺലൈനിൽ കാണിച്ചു തന്നില്ല, അരി ഊറ്റണത്. പിന്നെ അതുണ്ട്. പിന്നെ ഇത് എത്ര നീളത്തിലുള്ള ഒരു പാത്രം ഉണ്ട്, കൊണ്ടുപോലെ ഇട്ട് അതിൽ കഞ്ഞിവെള്ളമായിട്ട് ഇങ്ങനെ ഊറ്റില്ലേ. പക്ഷെ അത് നമ്മൾ ചോദിച്ചതാണ് അരി ഊറ്റി. അത് ചോദിച്ചപ്പോൾ എന്താ അവർ ചെറുതിൻ്റെ ഉള്ളൂ, വലിയ പാത്രത്തിൻ്റെ അവിടെ ഇല്ല പറഞ്ഞു. കാരണം എല്ലാവരും ചെറിയ കുടുംബങ്ങളാവുമ്പോൾ അവർക്ക് വലിയ ചെമ്പ് എന്താ. പിന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഇപ്പോൾ ഈ കൊട്ടക്കൈലും കൊണ്ട് അങ്ങോട്ട് ഊറ്റിയിടലല്ലേ ഉള്ളൂ. അപ്പം അത് കാരണം സത്യം പറയാ നമ്മുടെ വീട്ടിലാണല്ലേ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ വലിയ ഞങ്ങളെല്ലാവരും ഏട്ടാ നമുക്ക് ബിരിയാണി ചെമ്പില്ലേ തണുക്കുണ്ടോത്തേ എന്നെ തണുക്കുണ്ടാവില്ലേ ഏട്ടാ? ബിരിയാണി ചെമ്പേ ശരിക്കും നമുക്ക് കുറച്ച് വലുത് വാങ്ങണല്ലേ? ആയിക്കോട്ടെ, എന്തായാലും ഒന്നും വാങ്ങണല്ലോ. എല്ലാവരും പാടെ ഞങ്ങൾ പെങ്ങളും കുട്ടികളും അതേപോലെ ഞങ്ങളെല്ലാവരും പാടെ കൂടുകയാണ് പറഞ്ഞാൽ നമ്മുടെ ബിരിയാണി ചെമ്പ് നമുക്ക് തികയുന്നില്ല അല്ലേ? ഒന്ന് ഇനി വാങ്ങണം, എന്തായാലും വലുത് വാങ്ങാം. ഇവിടെ ചെറുതുണ്ടല്ലോ. ചെറുത് ഏതായാലും ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്താ സുകന്യ വോട്ട് ചെയ്തില്ലേ? എനിക്ക് ശരിക്കും 2 വോട്ട് ചെയ്യായിരുന്നു. സുകന്യ പോരാണ്ടാണ്. ഞങ്ങൾക്ക് 2 വോട്ടൊന്നും വേണ്ട, ഞങ്ങൾ ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. സുകന്യ അവിടുത്തെ സ്ഥാനാർത്ഥി ജയിക്കും, ഇവിടുത്തെ സ്ഥാനാർത്ഥി ജയിക്കട്ടെ. സുകന്യെ ഇന്നപ്പോ സുകന്യനെ കാണാൻ എവിടെ വരേണ്ടി വരും? പോലീസ് സ്റ്റേഷൻ വരേണ്ടി വരും. അല്ല, അനക്ക് 2 വോട്ടത്തെ പേര് വന്നത് നീ കാരണമല്ലല്ലോ, നീ ഉണ്ടാക്കിയതല്ലല്ലോ പേരൊന്നും. നമുക്ക് ഒരിടത്തല്ലേ വോട്ട് കൊണ്ട് 2 വോട്ട് വന്നതുകൊണ്ടല്ലേ ചെയ്യണേ. എനിക്ക് അതേപോലെ കാഞ്ഞിരത്തുണ്ടേ. അതെന്താ ഒരു വെട്ടാത്ത? എന്ത് പൊന്നോ, ഇന്ന് ഇവിടുത്തെ പണി കഴിയോ? നാളെ അപ്പുറത്തേക്ക് വരുമോ? ഇല്ലേ, ഇന്ന് ഇവിടുത്തെ പണി കഴിയില്ലേ? കഴിയില്ലേ? ഇന്ന് പണി തീരുവോ? കുട്ടിയുടെ പണി ഇന്ന് തീരുവോ? ഇല്ലേ? ശരി ഇന്ന് വേഗം പണി എടുക്കട്ടെ കേട്ടോ, വേഗം പണി എടുക്കട്ടെ. വണ്ടി അതെ, അത് തിരിയോ? ഓ ശരി. ഇതാര വണ്ടിയാ? പൊന്നൂൻ്റെ വണ്ടിയാ? വാവേട്ടൻ്റെ വണ്ടിയല്ലേ? അതെ, ശരി. ശരി. ഇങ്ങോട്ട് മാറുന്ന അമ്മ തരും ചിലപ്പോൾ ഒന്ന് കേട്ടോ. അമ്മ തരുത്തറ. എന്താ അവിടെ പുട്ട്? അപ്പോൾ പുട്ടും പഴമില്ലെന്ന് ഒരു കൊല പഴം അവിടെ കെട്ടിത്തോക്കിയിട്ടല്ല. ഒരു ചെറിയൊരു കഷ്ണം പുട്ട് എടുത്തുള്ളൂ. എന്താ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചോറ് കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത് കൺട്രോൾ ചെയ്യട്ടെ. എന്താ വെച്ചാൽ പറ്റാതെ ഇപ്പോൾ ആരും ബുദ്ധിമുട്ടിക്കണമല്ലോ വിചാരിച്ചിട്ട് ഞാനില്ലേ. അമ്മ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അമ്മയ്ക്കും സുനിക്കാണ് വെച്ചാലും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ചെറിയൊരു വിശന്നിട്ട് ചെയ്യാം. എല്ലാവർക്കും പുട്ടുണ്ടാക്കി വെച്ചു. പഴമുണ്ട്, പപ്പടമാണെങ്കിൽ കാച്ച. ഇത്ര പോകുന്ന കുഞ്ഞമ്മത്തി വാങ്ങിക്കൊണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഒരു ഉച്ചവരെ അവർക്ക് പണി കൊടുത്തിട്ട് അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് പണിക്കാൻ നേരെ കഴിക്കാൻ. എന്താ സുഖന്യ കിടന്ന് പൊളിക്കുന്നുണ്ട്. കുഞ്ഞുണ്ണിക്ക് പനിയാണേ. അപ്പോൾ വാശിയായിട്ട് നല്ല ചുമയുണ്ട്, ആശുപത്രി കൊണ്ടുപോകാൻ നിൽക്കുക. അപ്പം അതിൻ്റെ ഏട്ടന് വേണ്ട കഴിക്കാൻ. ഏട്ടൻ കഴിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത്. കുറച്ചായിട്ട് ഞാൻ പഴം കഴിച്ചു.
പിന്നെ നിങ്ങളൊക്കെ പുതച്ചും കൂടി കിടക്കുമ്പോൾ അവൻ എന്താ ചെയ്യുക? തൊള്ളിട് തന്നെ. ആ വലിയ കമ്പിളി നാളെ എന്നാ അവന് കൊടുത്തോട്ടാ. പുതച്ച് ചുരുണ്ട് കൂടി കിടന്നോട്ടെ അവനും. നിങ്ങളൊക്കെ ഉള്ളിൽ കിടക്കണം, അവൻ പുറത്തല്ലേ കിടക്കണ്. ഞാനൊരു തുണി ഇട്ട് കൊടുത്തതാണ്. അമ്മ ആണ് കേട്ടോ അപ്പോൾ മെസ്സേജിന് റിപ്ലൈ കൊടുക്കണത്. ഇന്ന് അമ്മൂന് ക്ലാസ് ഇല്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും ബിസിയാണോ എന്ന് സത്യം പറയാച്ചാൽ നിന്ന് തിരിയാൻ സമയമില്ല. ബിസിയാണോ പറഞ്ഞാൽ ഫോണൊന്നും തൊടാൻ ഒഴിവ് കിട്ടില്ല. എന്നാലും വാട്സാപ്പിലൊക്കെ അയച്ചവർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കോള് എന്നിട്ട് ഇന്നലെ ഒരു കൂട്ടര് മെസ്സേജ് ഇട്ടൊക്കെ ജാടയാണ് എന്താ പറഞ്ഞിട്ട്. ജാട ഇട്ടല്ല, എന്താ ജാട എന്താ പറയാ ഈ ജാതി പണി അവിടെ പണിയെടുക്കുന്നത് കാണിച്ചു തരാം. എന്താ നമ്മളിപ്പോ വീഡിയോ ഇടണം തന്നെ സത്യം അറിയാച്ചല്ലേ എങ്ങനെയെന്നറിയാം. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല, റീലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെയൊക്കെയോ ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ ചെയ്ത് ഒപ്പിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഇപ്പൊ നിങ്ങളൊരു കാര്യം ഒരു കാര്യം കൂടി ചിന്തിക്കണം കേട്ടോ. നമുക്ക് വീഡിയോ ഇടണില്ലേന്ന് വിചാരിക്കണം. ഇപ്പൊ നമ്മള് 2 വീടത്തെ പണിയാണ് ചെയ്യുന്നത്, ഒരു വീടത്തെ അല്ല പണി. 2 വീടത്തെ പണി ചെയ്തിട്ടാണ് നമ്മള് ഓരോ ദിവസം. നോർമൽ പണിയല്ലല്ലോ പെയിന്റിങ്ങും കാര്യങ്ങളെന്ന് പറയുമ്പോൾ പണി 3 ഇരട്ടി പണിയാണ്. 3 ഇരട്ടി അങ്ങോട്ട് എടുത്ത് വെക്കുക, ഇങ്ങോട്ട് എടുത്ത് വെക്കുക, അങ്ങോട്ട് ചെയ്യുക. അതിന്റെ ഇടയിൽ ഇവിടത്തേക്ക് അവസ്ഥ ഇതാണ്. ഇതുമല്ല പൈൻറ്റുള്ളില് പോകെ പരിപാടിയാണ് അല്ലേ. ഇതാണ് അവസ്ഥ. പോകെ പരിപാടിയാണ്. സാധനങ്ങൾ അങ്ങോട്ട് മാറ്റുക അതെടുക്കുക ഇതെടുക്കുക പറഞ്ഞില്ലേ. തിരക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ തിരക്കല്ല. ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ നമ്മൾ വീഡിയോ ഇടുന്ന തന്നെ വലിയ കാര്യമാണ്. അതിന്റെ ഇടയിൽ കോൾ എടുക്കണം, വാട്സാപ്പിന് റിപ്ലൈ കൊടുക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, വൃത്തിയാക്കാൻ നിൽക്കണം. നമ്മള് എല്ലാരും ചോദിച്ചു പുറമെന്ന് ഒരാളെ വിളിച്ചിട്ട് ചീപ്പിച്ചുകൂടെ. നമ്മളങ്ങനെ ചീപ്പിക്കാൻ നമ്മളുള്ള അത്ര ഉള്ള ആൾക്കാരൊന്നുമല്ലല്ലോ. നമുക്ക് ഈ പണികൾ എങ്ങനെ നടന്നു കിട്ടണമെന്നേ ഉള്ളൂ. അല്ലാതെ കാളെ നമ്മുടെ അതാ പറയണേ, നമ്മുടെ കൂലി കിട്ടുക വെച്ചാൽ ആ പൈസക്ക് വേറെ എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാട്ടോ നമ്മള്. കാരണം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കഴിച്ചു വിടുകയാണ് കേട്ടാ. ഇവിടെ ഇപ്പോ അവിടെ വൃത്തിയിൽ കിടക്കുമ്പോ ഇവിടെ വൃത്തിയില്ലാതെ ഇരിക്കുമ്പോ അതൊരു ഇതല്ലേന്ന് വിചാരിച്ചിട്ട്. അല്ല അതല്ലെങ്കിലും മോശമല്ലേ, നമ്മുടെ വീട് തന്നെയല്ലേ. അത് വൃത്തിയായിട്ട് ആദ്യം ഇത് വൃത്തിയാക്കിയിട്ട് അപ്പുറം വൃത്തിയാക്കലല്ലേ. അപ്പം അത് ഓരോ കാര്യങ്ങൾ തറവാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വീട്ടിൽ പണിയുമ്പോ സുഖമാണ്. ഒന്നും മാറ്റി എല്ലാവരും വന്നു കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എന്തായിരിക്കും. കാരണം നമ്മൾ പുതിയ വീട് ഇപ്പോൾ ആയതല്ലേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇവിടെയാണ്, നമ്മുടെ വീടല്ലേ. അപ്പൊ പിന്നെ ഇവിടെ വൃത്തിയായിരിക്കണമല്ലോ അല്ലേ. അനിയേട്ടൻ പറയണ പോലെ ഏട്ടൻ പറയും ഇതിന് ഒരുപാട് കഥകൾ പറയാണ്ട്. എന്താ അനുഭവങ്ങൾ ഓർമ്മ വെച്ച കാലം തൊട്ടല്ല, നമ്മുടെ നല്ല പ്രായം തൊട്ട് ഈ വീട്ടിൽ തന്നെ. ഓർമ്മ വെച്ച കാലം തൊട്ട് ഓരപ്പരയിലായിരുന്നു. റിപ്ലൈ കൊടുക്ക്. അപ്പോൾ ചിലവര് ഇങ്ങനെ എനിക്ക് നല്ല സങ്കടം തോന്നി. ഉച്ച സമയത്ത് ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇരിക്കുമ്പോഴാണ് ഫോൺ നോക്കണം. അപ്പോൾ അതിൽ നോക്കുമ്പോൾ പറയുന്നത് ഭയങ്കര ജാടാ പറഞ്ഞിട്ട് സുകന്യയുടെ അടുത്ത് റിപ്ലൈ തരാൻ പറയാന്ന്. സുകന്യയുടെ കുഞ്ഞുണ്ണിക്കാണോ പറഞ്ഞു വെച്ചാൽ സുകന്യയുടെ ഫോൺ തന്നെ കിട്ടില്ല. പിന്നെ എങ്ങനെ റിപ്ലൈ ഞാൻ എങ്ങനെ തരും മക്കളെ? അല്ല എൻ്റെ ഫോൺ മക്കളുടെ കയ്യിലാണ്. അല്ല നമ്മൾ ഒരു പണിയൊന്നും ചെയ്യാനില്ലാതെ അങ്ങനെ ഇരിക്കുകയാണ് പറഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുക. 28-ാം തീയതി കഴിഞ്ഞിട്ട് നമ്മൾ 28-ാം തീയതി അല്ല, അടുത്ത ന്യൂ ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ചെയ്യാം കേട്ടോ. കാരണം 28-ാം തീയതി കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. 1-ാം തീയതി പിന്നെ മാലിടണം പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് മാലിടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കധികം തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കും. ഇല്ലായിരിക്കട്ടെ, പണി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കഴിഞ്ഞില്ലേ ഏട്ടാ. ഇപ്പോൾ ഇത് ഇങ്ങനെ രാവിലെ അവിടെ ഒരു മിറ്റടി കഴിയണം, അടിച്ചൊരു തുടയ്ക്കണം. അത് കഴിയുമ്പോഴേക്കും ഇവിടേക്ക് വരണം. പിന്നെ അവിടെ ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ വീട് വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയും വൃത്തി വേണം, അവിടെയും വേണം. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു സമാധാനം എന്താണെന്ന് അറിയാം, പെയിൻ്റ് അടിക്കുകയല്ലേ അല്ലേ സുകന്യ. ആ ഒരു സമാധാനത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ ഒന്നും തോന്നരുത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവരോടും വിളിച്ച് സംസാരിക്കണം. നിങ്ങളോടെല്ലാവരും ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് കാരണം അറിയാം. പക്ഷെ നമ്മുടെ സാഹചര്യം ശരിയല്ല. അതൊന്നും നിങ്ങൾ കണക്ക് കൂട്ട് തന്നെ വേണം അല്ലേ.
എല്ലാവർക്കും മനസ്സിലാവില്ല. ഒരുപാട് ആൾക്കാർ അതുകൊണ്ടാണ് വിളിക്കേണ്ട വാട്സപ്പിൽ എത്രയോ ആളുകൾ ഇങ്ങോട്ട് തന്നെ പറയുന്നുണ്ട്. ഇങ്ങോട്ട് തന്നെ പറയുന്നുണ്ട്. ഒന്ന് രണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ അത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ടായി. ഇനിയിപ്പോൾ ഇതിന് മേലെ നമ്മൾ ഏത് രീതിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കും. അല്ല ആർക്കും അതെന്താ വെച്ചാൽ അവർക്ക് നമ്മൾ അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ. പക്ഷേ നമ്മൾ ഏത് രീതിക്ക് ഇനി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നമ്മളിതൊക്കെ ഈ പണി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പണി നടക്കുന്നതോടത്ത് എല്ലാവരും വീട്ടിലുള്ളവരൊക്കെ ഒഴിഞ്ഞ് കഥ പറഞ്ഞിരിക്കുന്ന രീതിക്ക് ഇരിക്കല്ലോ. ആ പണിയെടുക്കുന്നവരെക്കാൾ കൂടുതൽ പണി നമ്മൾ വീട്ടിലുള്ളവരെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ കുറേ ദിവസമായിട്ടൊരു റെസ്റ്റ് ഇല്ലാത്ത ഓട്ടമായതുകൊണ്ട് എനിക്ക് സത്യം പറയാച്ച വയ്യ കേട്ടോ. അല്ലേട്ടാ എന്താ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുനിയത്ത് അടുക്കളയിലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, പുറത്തേക്കും നോക്കണം. അപ്പം അമ്മയ്ക്കാണ് പറഞ്ഞാലും ഇവൾക്ക് കുഞ്ഞുണ്ണിക്കും ഇവർക്കൊക്കെ ഇതപ്പം മീൻ നേരേക്ക് തരിക അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാതെ അടുക്കളയിലെ കാര്യങ്ങൾക്ക് ഞാൻ തന്നെയാണ് അടുക്കളയിൽ നിൽക്കുക. പുറത്തെ കാര്യങ്ങൾക്കും നിൽക്കണ്ടേ സുനിയെ? പുറത്തെ കാര്യങ്ങളും ഒക്കെ നിൽക്കണം. ആശുപത്രി കാര്യം ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോകണം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഒരാൾക്ക് നമ്മൾ അത് പെട്ടെന്ന് ആർക്കും ഒരാൾക്ക് ഉത്തരവാദിത്വം കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അത് ശരിയല്ല. മെല്ലെ 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 ചെയ്യുമ്പോഴേ ശരിയുള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂന്യടുത്ത്. എന്താ സൂന്യ പറഞ്ഞത്? ഞാൻ ഓണത്തിന് വിഷുവിനൊക്കെ വരുമ്പോൾ സൂന്യക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. അപ്പം അമ്മ പറഞ്ഞത് എന്താ, ഈ ഇങ്ങോട്ട് വന്നിട്ട് ഉണ്ടാക്കിക്കോ വേണമെങ്കിൽ. ഞാൻ വെറുതെ തമാശയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേ ഞാൻ എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പണി കുറയുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ അറിയാം. എങ്ങനെ കുറയുക പറയുന്ന കേട്ടില്ലേ? ഈ എങ്ങനെ നിനക്ക് പണി കുറയുക? എന്താ അവിടെ കൂട്ടാൻ വെക്കുക വെച്ചാൽ കൂടുതൽ കൂട്ടാനും ചോറൊക്കെ വെച്ചോളിന്നു ഞങ്ങൾ വരും ആ സമയത്ത് കഴിക്കാനും. അമ്മ അറിയാണ് ഒറ്റയ്ക്കൊന്നും നടക്കില്ല എന്ന്. അപ്പം അങ്ങനെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഓരോ കടമകൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അത് നമുക്ക് പറ്റുന്ന സമയത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പറ്റാത്തൊരു കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഏട്ടാ, അല്ലേ സുകന്യെ? ഞാൻ വല്ലാണ്ട് മൂത്തശ്ശി പോര് എടുക്കേണ്ടതായിരുന്നു. എന്താണെന്നറിയില്ല, ഞാൻ പഠിച്ചില്ല. എന്നാൽ സുകന്യ എന്നോ നന്നായേനെ. ഞാൻ വെറുതെ പറയാട്ടോ, മൂത്തശ്ശി പോരും വേണ്ട ഇളച്ചി പോരും വേണ്ട. അപ്പോൾ അതൊന്ന് എല്ലാവരും മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാൽ മനസ്സിലാക്കി പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവില്ല. അവരോട് പറഞ്ഞൊന്നേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ വേറെ ജാടയും കൊണ്ടോ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടോ ഒന്നുമല്ല. അഹങ്കരിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല. നമ്മൾ കൊടുക്കാൻ പറ്റുന്നതിന് മാക്സിമം മെസ്സേജും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്, ഇടയിലും കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അമ്മൂനെ ചീത്ത അറിയണേ. അമ്മ എന്നിട്ട് പറയാം ഈ അമ്മ ഞാൻ പറയണൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചീത്ത. എന്ന് വെച്ചാൽ അമ്മൂനെ ഓരോടത്ത് ഇരിക്കുമ്പോൾ അപ്പം ഞാൻ പറയും അമ്മ ഫോണിന് റിപ്ലൈ കൊടുക്കുക, കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ മുട്ടി, കമൻറ്റിന് റിപ്ലൈ കൊടുക്കുക അറിയാം. അപ്പം നേട്ടം വാങ്ങിക്കൊണ്ടത് പണിയാണ് കേട്ടോ. വേറെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല ഒക്കെന് നല്ല വില. എത്ര കുഞ്ഞമ്മത്തിക്കാണ് പറഞ്ഞു വെച്ചാൽ 100 രൂപയുള്ളൂ. അപ്പോൾ മീൻ വാങ്ങിക്കൊണ്ടത് ഞങ്ങൾക്ക് 2 പേർക്കും എന്താ ഇത്ര ഉണ്ട് ഈ മീൻ. ഇതിന് നേരേക്ക് കൂട്ടാൻ വെക്കണം, വറക്കുകയും ചെയ്യണം. പിന്നെ ഉപ്പേരി വെച്ചു. രാവിലെ പുട്ടായിരുന്നു, പുട്ടും പഴവും ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഒരാൾ മീനേരൊക്കെ ഇരുന്ന് അവൾ മീനേരൊക്കെ ഇരുന്നപ്പോഴേക്കും ഇക്ക് അവിടെ വൃത്തിയാക്കാൻ വിളിച്ചിട്ട് അങ്ങോട്ട് ഓടി. ഇനി ഇത് കഴിഞ്ഞ് കൂട്ടാനാകുമ്പോഴേക്കും അവിടുത്തെ കോലായത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 പ്രാവശ്യം 5 പ്രാവശ്യം തുടയ്ക്കണം ചേട്ടാ. എന്നിട്ടും വൃത്തിയാവില്ലല്ലോ സൂന്യെ. ഇനി ഞങ്ങൾക്ക് ഈ മിറ്റം കണ്ടോ, ഈ മിറ്റം മുഴുവൻ അതവിടെ കണ്ടോ, മഴ പെയ്തിട്ട് ഫുള്ള് ഇങ്ങനെ ചരക്കല്ല് പോലെ കണ്ടില്ലേ? ആ മുറ്റത്തെ പൂഴി മൊത്തം ഒഴിവാക്കി നമുക്ക് വെള്ളം ഇട്ട് തളിച്ച് പിറ്റത്തെ ദിവസം ചാണകം കൊണ്ടുവന്നിട്ട് അടിച്ച് വിടണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ഇനി നമുക്ക് തുണി എടുക്കാൻ പോയിട്ടില്ല. നമ്മൾ തുണി എടുക്കാൻ പോകണം, തുണി എടുക്കാൻ പോകണം. പിന്നെ സുകന്യനെ കൊണ്ടൊന്ന് ബ്യൂട്ടി പാർലറിൽ പോകണം. സതിയേട്ടൻ പറയണേ ബ്യൂട്ടി പാർലറിൽ പോണില്ലേ? എന്നിട്ട് എൻ്റെ അടുത്ത് ഇന്നലെ ചോദിച്ചു, ഞാൻ ത്രെഡ് ചെയ്യാൻ പോകണം പറഞ്ഞു. വേറൊന്നും ഞാൻ ചെയ്യില്ല. എന്താ വെച്ചാൽ നിങ്ങൾ എന്നെ ഇങ്ങനെയല്ലേ കണ്ടേക്കണ്, ഇങ്ങനെ കാണാനല്ലേ നിങ്ങൾക്ക് താല്പര്യം, ഞാൻ തന്നെ ഡെക്കറേഷൻ ചെയ്യട്ടെ എന്നെ. ഞങ്ങളങ്ങനെ അവള് അവള് ഇവിടെക്കട്ടെ എന്നെ മോന്ത ആ മോന്ത ആ മുഖറൊന്നും ഇങ്ങോട്ട് കാണിക്ക്. എനിക്ക് 3 പെൺകുട്ടികളെ ഒരുക്കി കൊടുക്കണം, ഒന്നിനെ മാത്രമല്ല. അമ്മ നിന്റെ എന്താ പാലുകാച്ചലിനെ ആരടി ഒരുക്കി തന്ന്? എവിടേക്കെങ്കിലും പോകുമ്പോ തലയാട്ടി തരുന്നത് ആരടി? വൃത്തിയില് ഡീന്ന് വിളിക്കുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവില്ലേ? അത് നമ്മളൊരു സ്നേഹത്തിന്റെ പുറമെ വിളിക്കുകയാണ് കേട്ടോ. അത് ചിലവർക്ക് ഇനി സുകന്യനെ ഡി വിളിക്കും അഹങ്കാരമായിട്ട് തോന്നുന്നു. എനിക്ക് ഞാൻ എപ്പോഴും പറയില്ല, എനിക്ക് ചേച്ചി അനിയത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് കിട്ടിയൊരു അനിയത്തി ഇപ്പം നമ്മൾ
ആ ഒരു എനിക്ക് സ്നേഹം കൂടുമ്പോൾ ഞാൻ ഡീന്ന് വിളിക്കും. എൻ്റെ അമ്മൂനെ എന്നെ എന്താ വിളിക്കാലേ കരിമീ ഇപ്പണം വാടി അറിയും. അപ്പോൾ എന്താ പറഞ്ഞിട്ട് ഇവരെല്ലാവരും ചീത്ത അറിയിട്ടോ ഈ എന്താ കുട്ടീനെ അങ്ങനെ വിളിക്കുന്നത് പറഞ്ഞിട്ട്. അത് നമുക്കങ്ങനെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു കാര്യമാണ്. അപ്പോഴേ ഞങ്ങളിനി കഥ പറഞ്ഞിരിക്കണില്ല കേട്ടോ. ഇതൊന്ന് നേരേക്ക് കഴിയുമ്പോഴേക്ക് തന്നെ ഒരു 12 മണിയാവുമെന്നാണ് തോന്നുന്നത്. 2 ആളുണ്ടായിട്ട്. അയ്യോ അന്നത് കഴിച്ചിട്ട് 1:30 അവർക്ക് ചോറ് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ്. ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പറ്റണ പോലെ ഓരോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് വെച്ചാൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരും അല്ലേ. എല്ലാവരും സഹകരിക്കും സ്നേഹിക്കും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് കാണാം. ബൈ ബൈ, സി യു.